ജി സുധാകരന്റെ ഈ ഇറങ്ങിപ്പോക്ക് എന്തുമാത്രം ഗുണമാകും സുധാകരന്? ആഘാതമുണ്ടാക്കുമോ പാർട്ടിക്ക്? ഇറങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള കാരണം സത്യത്തിലുണ്ടായിരുന്നോ 6 പതിറ്റാണ്ട് കാലം CPIM-ൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക്? ഞാൻ പാനലിലേക്ക് പോകുന്നു. എഡിറ്റർ, ജി സുധാകരനെ പോലെ ഒരു സീനിയർ കോമ്രേഡിന് CPIM-ൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, ഏതൊരു ഇറങ്ങിപ്പോക്കിനും ഏതൊരു കടുത്ത തീരുമാനത്തിനും അതിൻ്റെതായ ആഴമുള്ള കാരണമുണ്ടാകണം. അപ്പോൾ താൻ വിശ്വസിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഇത്രയും പദവികളുണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് സുധാകരന് മതിയായ കാരണങ്ങളുണ്ടോ? നിഷാദ്, മതിയായ കാരണങ്ങൾ ഇപ്പോഴല്ല, വളരെ മുമ്പേ തുടങ്ങിയതാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 2021 മത്സര രംഗത്ത് നിന്ന് മാറിയതോടുകൂടി അദ്ദേഹം പാർട്ടിയിൽ ഒരു സ്ഥാനമില്ലാത്ത ഒരാളെന്ന നിലയിൽ സ്വയം ആർജിച്ച ഒരു പ്രതിരൂപവുമായി അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോൾ വളരെ ആത്മഹത്യാപരമായൊരു നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം ഇമ്മീഡിയറ്റ്ലി CPM-ന്റെ പ്രതികരണം കണ്ടല്ലോ, സ്ഥാനമോഹിയാണ്, അധികാരമോഹിയാണ് എന്നുള്ളത്. അത് പറയിക്കുന്ന നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു, എന്തുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് അദ്ദേഹം നിരത്തിവെച്ച കാരണങ്ങൾ എന്ന് പറയേണ്ടി വരും. എന്താണ് അദ്ദേഹം സത്യത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാരണങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ പാകത്തിലുള്ള ആശയഭിന്നതയുടെ ഒരു ഘടകം അതിനകത്തുള്ളതായി യാതൊന്നും തന്നെ കാണാനില്ല. അദ്ദേഹം ചില നേതാക്കളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ അപജയങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊരു വ്യക്തിയുടെ പ്രശ്നമാണോ? ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, BJP-യിലേക്ക് പോകുന്നുണ്ട്, കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ കാണും. ഇത് അതല്ല. വളരെ വ്യക്തമായി എന്ത് കാരണങ്ങൾ കൊണ്ടാണ് താൻ പാർട്ടിയുമായി ഡിസസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത് അദ്ദേഹം ക്ലിയർ ആയി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹം പറയേണ്ടത് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഈ ഒരു 5 വർഷം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായതുപോലെ ഒട്ടും തന്നെ പ്രതീക്ഷാവഹമല്ലാത്ത പ്രവർത്തനം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അതുമാത്രവുമല്ല, ഈ കാലയളവിൽ, ഈ 5 വർഷത്തെ കാലയളവിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ പ്രവർത്തനം പാർട്ടിയുടെ ഏതൊക്കെ കോണുകളിൽ നിന്ന് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അല്ലാതെ എന്നോടിങ്ങനെ കാണിച്ചു, മറ്റൊരു വശത്ത് പാർട്ടിയിൽ നിന്ന് ചെറിയ ചെറിയ പരിപാടികൾ നടത്തിയപ്പോൾ അതുണ്ടായി, ഇതുണ്ടായി, ഈ തരത്തിലുള്ള പറച്ചിലുകൾക്ക് വലിയ ലോങ്വിറ്റി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികകാലം നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇനിയിപ്പോൾ UDF സപ്പോർട്ട് ചെയ്താൽ പോലും അദ്ദേഹത്തിന് അവിടെ കാര്യമായ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന